എല്ലാവർക്കും ക്രിപ്റ്റോമിനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പേജിൽ നമ്മൾ ഫാം ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടാണ്, അല്ലെങ്കിൽ ഫാമിംഗ് പ്രോജക്റ്റ് ആയിരുന്നു പിക്സ്ഫൈ. അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 5-6 എക്സ്ചേഞ്ചുകളിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, എന്നാണ് എയർ ഡ്രോപ്പ് എങ്ങനെയാണ് സാധാരണ ഉള്ള എയർ ഡ്രോപ്പ്. ഇപ്പോൾ എയർ ഡ്രോപ്പ് മുന്നേ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പിക്സ്ഫൈയുടെ എയർ ഡ്രോപ്പ് സാധാരണ പോലെയാണോ, സാധാരണ നോട്ട് കോയിനൊക്കെ ചെയ്തതുപോലെയാണോ അതിൻ്റെ എയർ ഡ്രോപ്പ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എയർ ഡ്രോപ്പ് കിട്ടുമോ, ഓക്കെ. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തവർക്ക് കിട്ടുമോ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സൈറ്റ് കറൻറ്റ്ലി അവൈലബിൾ അല്ല, സൈറ്റ് ഇപ്പോൾ കറൻറ്റ്ലി ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് എന്നാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്, ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ നിങ്ങൾക്ക് DM അയക്കാം, ഓക്കെ. അപ്പോൾ ഇന്നാണ് റിലീസായത്, ഇത് ലോഞ്ച് ആയത്. പക്ഷേ എയർ ഡ്രോപ്പിൻ്റെ ഇത് ടൈം ഇന്നല്ല വരുന്നത്. എയർ ഡ്രോപ്പിൻ്റെ ടൈം വരുന്നത് ജൂലൈ 25 അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറയുന്നത്, ഓക്കെ, എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ആ ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ റൂൾസ് ഓഫ് റിസീവിങ് NFT എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ 1 കോമൺ, ലെവൽ 2 to 4 അൺകോമൺ, റയർ, എപ്പിക്, ലെജൻഡറി എന്ന് കൊടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പിക്സൽ ടാപ്പിൽ, ടെലഗ്രാമിലത്തെ പിക്സൽ ടാപ്പിൽ നിങ്ങൾക്ക് ലെവൽ കൂട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ലെവലിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എല്ലാതും, ഡാഷ് ബോർഡും അതുപോലെ തന്നെ നമ്മുടെ മിനി ഗെയിമും ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അത് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, അതിലത്തെ ഫാമിങ് കാര്യങ്ങളൊക്കെ അവസാനിക്കും. പിന്നീട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലത്തെ പോയിൻറ്റ്സ് കളക്ട് ചെയ്ത എയർ ഡ്രോപ്പ് മാത്രമേ ചിലപ്പോൾ ബാക്കി ഉണ്ടാവുള്ളൂ, ഓക്കെ. അത് നമുക്കപ്പോൾ ക്ലിയർ ആയിട്ട് പറയാറായിട്ടില്ല. പക്ഷേ ഇതിൽ പറയണത്, നിങ്ങളുടെ മിനി ആപ്പിലത്തെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു NFT നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് മുന്നായിട്ട് കിട്ടും, ഓക്കെ. NFT എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ഇമേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, NFT സിമ്പിളായിട്ട് പറയാം, ഓക്കെ. അത് പക്ഷേ അതിന് വാല്യൂ ഉണ്ടായിരിക്കും ആ ഒരു ഇമേജിന്. നമുക്ക് സാധാരണ നമ്മുടെ ഗാലറിയിൽ എടുക്കുന്ന ഒരു ഇമേജ് പോലെയല്ല, ഓക്കെ. അപ്പോൾ ഈ NFTസിനെ ഒരു 5 കാറ്റഗറി ആയിട്ട് ഇവരിൽ കൊടുത്തിട്ടുണ്ട്. അത് ലെവൽ 1 കോമൺ ആയിട്ടുള്ള NFT ഉണ്ടായിരിക്കും, പിന്നെ 2 to 4 ഒരു അൺകോമൺ ആയിട്ടുള്ള NFT കിട്ടും, പിന്നെ റയർ ആയിട്ടുള്ളത്, എപ്പിക് ആയിട്ടുള്ളത്, ലെജൻഡറി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ NFTക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലെജൻഡറി ആണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഇത് വരുന്നത്, ഓക്കെ. അപ്പോൾ നമുക്ക് ലെവൽ 10 ആകാൻ പറ്റുന്നുണ്ടായില്ല, 2 അക്കൗണ്ടിലും ലെവൽ 9 ആയിട്ടാണ് എടുക്കുന്നത്. ഒരെണ്ണത്തിൽ ലെവൽ 8ഉം ലെവൽ 9ഉം ആണ്. കാരണം ലാസ്റ്റത്തെ ഒരു ടാസ്ക് ഉണ്ടാകുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു NFT ആണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് മുന്നായിട്ട് കിട്ടുക, ഓക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. റൂൾസ് ഫോർ റിസീവിങ് NFT. അപ്പോൾ ഈ NFT കിട്ടുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും നോക്കാം. അപ്പോൾ ഡാഷ് ബോർഡിലുള്ളവരാണെങ്കിൽ ദ നമ്പർ ഓഫ് ബോട്ട്സ് ആൻഡ് ദ ക്യുമുലേറ്റീവ് ലെവൽ. അത് നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പെറ്റുകളെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ ബേസിലാണ് ഡാഷ് ബോർഡിൽ NFT കിട്ടുക, ഓക്കെ. അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് കോസ്റ്റ് ഓൺ ഡെമോ പ്ലേ ഗ്രൗണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഏതൊക്കെ ടാസ്കുകൾ അതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഡാഷ് ബോർഡിൽ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടാം, ഡാഷ് ബോർഡിൽ ഈ NFT കിട്ടാം. അതേപോലെ തന്നെ പിക്സൽ ടാപ്പിൽ ഈ NFT കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത്, ഈ NFTs എന്നാണ് അല്ലെങ്കിൽ ക്ലെയിം എയർ ഡ്രോപ്പ് എന്നാണ് വരുന്നതാണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജൂലൈ 25 ഈ NFT നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റും, ഓക്കെ. അപ്പോൾ ജൂലൈ 25 മുന്നേ അല്ലെങ്കിൽ 25 ഈ NFT നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയിക്കും. അപ്പോൾ ഈ കിട്ടുന്ന NFTക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എത്ര ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ പോകുന്നത്, ഓക്കെ. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ ഡിഫറൻസ്, ഓക്കെ. സാധാരണ എയർ ഡ്രോപ്പിനെ വെച്ച് പിക്സ്ഫൈയുടെ എയർ ഡ്രോപ്പിനെ ഡിഫറൻ്റ് ആക്കുന്ന ഒരു കേസാണ് അടുത്ത് പോകുന്നത്. 10% പിക്സ്ഫൈ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമലി നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാപ്പ് ടു ഏൺ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പോയിന്റ് കളക്ട് ചെയ്യുന്നുണ്ടോ ആ കളക്ട് ചെയ്യുന്ന പോയിന്റിനനുസരിച്ചുള്ള ടോക്കൺസ് ഒക്കെ എന്ത് കിട്ടും, ലിസ്റ്റിങ്ങിന് മുന്നേ കിട്ടാറുണ്ട്, ഓക്കെ. അപ്പോൾ ഇവിടെ പക്ഷേ അവർ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ലിസ്റ്റിങ്ങിന് മുന്നേ നമുക്ക് ടോക്കൺസ് തന്നില്ല. അവർ കോയിൻ ലിസ്റ്റ് ചെയ്തു, ഇനി ഒരു പ്രത്യേക ഡേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എയർ ഡ്രോപ്പ് തരാൻ പോകുന്നത്, ഓക്കെ. അപ്പോൾ നോർമലി ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നോട്ട് കോയിൻ ആണെന്ന് ചോദിച്ചോ, അപ്പോൾ നോട്ട് കോയിൻ്റെ ഏകദേശം യൂട്ടിലിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. അവരിപ്പോൾ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നോട്ട് കോയിൻ്റെ കേസിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിംഗ് ചെയ്തിട്ട് ഈ കോയിൻ കിട്ടിയതിൽ ഒരു 80-70% ആൾക്കാർ തന്നെ അന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കോയിൻ്റെ പ്രൈസ് ഇടിയും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഭയങ്കര കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, പിക്സൽ ടാപ്പ് എന്നുള്ളത് ശരിക്കുള്ള ഗെയിമല്ല ഇവരുടെ എയിം എന്ന് പറയുന്നത് ബ്രൗസറിൽ ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിം, പിക്സൽ വേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇവരുടെ
എയിം ഉള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ വേറെ ഇവർ സ്വന്തമായിട്ട് ഇവരുടെ ലെയർ 2 ബ്ലോക്ക് ചെയിനൊക്കെ നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇവർ പല പ്രോജക്റ്റുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ടോക്കൺസ് വെച്ചാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ അവർക്ക് കിട്ടേണ്ട ടോക്കൺസ് ഫുള്ള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും ഇത് വിഡ്രോ ചെയ്ത് വിൽക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ പ്രോജക്റ്റിൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടീഷൻ വെച്ചോക്കാണ് 10% ഫിക്സ് വൈ. ഓക്കെ, അത് എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹോൾഡേഴ്സ് ഓഫ് റയർ എപ്പിക് ആൻഡ് ലെജൻഡറി NFTs വിൽ ഇമ്മീഡിയറ്റ്ലി റിസീവ് എ ഡ്രോപ്പ് എമൗണ്ടിങ് ടു 10% ഓഫ് ദ ടോട്ടൽ സപ്ലൈ ഓഫ് ഓൾ ടോക്കൺസ്. അതായത് അവരുടെ ഉള്ള ടോക്കൺസിൻ്റെ ഫുൾ സപ്ലൈയുടെ 10% ആണ് നമുക്ക് ഈ ഗെയിം കളിച്ചവർക്ക് ആയിട്ട് അവർ മാറ്റി വെച്ചു കൊടുത്തത്. ഓക്കെ, അത് കൂടാതെ തന്നെ ജൂലൈ 25 ഈ ടോക്കൺ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, അന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ഇത് കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട് 20% ഓഫ് ഫിക്സ് വൈ. അപ്പോൾ ഈ 20% പറയുന്നത് നമ്മൾ ഓൾറെഡി അവർ പറഞ്ഞു അവരുടെ ടോട്ടൽ കോയിൻസിലത്തെ 10% കോയിൻസാണ് ഈ ഗെയിം കളിച്ചവർക്ക് മാറ്റി വെച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഒരു 20% കൂടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗെയിം കളിച്ചിട്ട് അല്ലെങ്കിൽ ഈ ടോക്കൺസ് ഹോൾഡ് ചെയ്തിട്ട് അത് വെച്ച് പല കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യണവർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾഡേഴ്സിന് മീൻസ് ഇതിപ്പോൾ ഈ ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ വിൽക്കുന്നവരുണ്ടായിരിക്കും, അവർക്ക് ഈ 20% ഒന്നും കിട്ടില്ല. അതിന് പകരം ഇവർ തന്നെ എന്ത് ചെയ്യും, ഇത് നമ്മളെ FD പോലൊക്കെ ഇടാനുള്ളതും അല്ലെങ്കിൽ ഈ ടോക്കൺസ് വെച്ച് യൂസ് ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസൊക്കെ ഇവർ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന പ്ലെയേഴ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു 20% അവർ മാറ്റി വെച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിക്സിഫൈയുടെ സപ്ലൈയുടെ ടോട്ടൽ 30% ഈ പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ഇവർ മാറ്റി വെച്ചുള്ളത്. അതിൽ 10% ടോക്കൺസ് ഗെയിം കളിച്ചവർക്ക് ഉള്ളത്, അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാന്നുള്ള രീതിയിൽ 20% ഇത് ഈ ടോക്കൺസ് കണ്ടിന്യൂ ചെയ്യണവർ, ടോക്കൺസ് വിൽക്കാതെ ഇവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള പ്രൊജക്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്കാണ് മറ്റ് 20% അവർ മാറ്റി വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ സപ്ലൈയുടെ 10% 20% എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ കിട്ടും അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ ഇതെന്തായിരിക്കും, ഗ്യാസ്ലെസ് മെക്കാനിസം ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ ഫീസൊക്കെ വേണമെന്ന് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരിത് ലോഞ്ച് ചെയ്യുന്നത് ഗ്യാസ്ലെസ്സിലായിട്ടാണ്. ഗ്യാസ്ലെസ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ, അതായത് ഇവർ തരുന്ന ടോക്കൺ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് വേണ്ട, ഗ്യാസ് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലയെന്ന്, ട്രാൻസാക്ഷൻ ഫീ വേണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതും ഇവർ എല്ലാ വാലറ്റിക്കും പറ്റിയെന്ന് വരില്ല, ഇവർ സെലക്ട് ചെയ്ത വാലറ്റുകളിലേക്ക് മാറ്റാനായിട്ട് ഗ്യാസ് ഫീ കൊടുക്കേണ്ട വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് നോക്കാം, യൂസേഴ്സ് ഹാവ് 1 വീക്ക് ടു ക്ലെയിം ദ എയർ ഡ്രോപ്പ്. അതായത് ഈ എയർ ഡ്രോപ്പ് നമ്മൾ പറഞ്ഞു 25-നാണ് ഈ എയർ ഡ്രോപ്പ് നടക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ യൂസേഴ്സിന് എന്ത് ചെയ്യാം, ഇത് എടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ടും ഇത് വിഡ്രോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവരെന്ത് ചെയ്യും, ഈ 20% ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾക്ക് മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞിട്ടായല്ലോ. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്യും, ഇവരിത് മാറ്റും. ഓക്കെ, ഇൻസെൻറ്റീവ് പൂൾ ഇവിടെ കൊടുക്കും. ഇൻസെൻറ്റീവ് പൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇവരുടെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനൊക്കെ അവർക്ക് റിട്ടേൺസ് ആയിട്ട് ഇത് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാത്തവരുടെ ടോക്കൺസ് മാറ്റുന്നതാണ് പറഞ്ഞത്. അതായത് വേറെ ഒന്നുമല്ല, ഒരു വീക്കിനുള്ളിൽ ഇത് ക്ലെയിം ചെയ്യാത്തവരുടെ കോയിൻസ് ലോസ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ബോട്ട് നോക്കാം, ബോട്ടുകൾ അതുപോലെ തന്നെ മലീഷ്യസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തരികട കാണിച്ചിട്ടുള്ളവരൊക്കെ അവർ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല, അവരത് എന്തെങ്കിലും പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ നോർമലി പറഞ്ഞ പോലെ നോട്ട് കോയിൻ പോലെയല്ല ഇതിൻ്റെ കേസുകൾ വരുന്നത്. ഓക്കെ, നോട്ട് കോയിൻ നമ്മൾ എടുത്ത് പറയാൻ കാരണം അതായിരിക്കും നമ്മൾ കൂടുതൽ പേരും ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ചിലവർ ഫ്രഷേഴ്സായിട്ട് ചെയ്യണവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എയർ ഡ്രോപ്പിൻ്റെ ദിവസം നിങ്ങൾക്ക് 1000 പിക്സ് ബൈ ടോക്കൺസ് ആണ് കിട്ടുമെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 7 ദിവസത്തിനുള്ളിൽ ഇത് വിഡ്രോ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഇത് ഫുള്ള് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വയ്ക്കാം, നിങ്ങൾക്ക് കിട്ടിയത് 1000 ആണെന്ന് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ 1000-ൽ നിന്ന് വെറും 10% മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് 100 പിക്സ് ബൈ ടോക്കൺസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കി 90% നിങ്ങൾക്ക് ലോസ്. അതെന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും അവർക്ക് കിട്ടുന്ന 100% കൊണ്ടുപോയിട്ട് മാർക്കറ്റ് കൊണ്ട് സെല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ടോക്കണിൻ്റെ വാല്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമലി ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു ടോക്കണ് അത് വലിയ ഇഷ്യൂ ഉള്ള കേസല്ല. ആ പ്രോജക്റ്റ് പിന്നെ എയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താണ് ചീറ്റി പോയാലും ഇഷ്യൂ ഉള്ള കേസല്ല. പക്ഷേ ഇവർ ഫ്യൂച്ചറിൽ പല പല പ്രോജക്റ്റുകൾ ഇനിയും ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് സിമ്പിൾ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രോജക്റ്റ് അല്ലാന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, അതായത് 90% നിങ്ങളുടെ പോവും. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ഫുള്ള് വിഡ്രോ ചെയ്യാൻ നോക്കണമെങ്കിൽ 90% പോവും. ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ട് ബാക്കി 90% ബീയിങ് റീസൈക്കിൾ ടു ദ പിക്സ് വൈ
കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ് പൂൾ, അതായത് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഇതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ആ 90% ഇൻസെൻറ്റീവായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡേ തന്നെ എല്ലാം ഒറ്റയടിക്ക് എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ നോക്കരുത്. നമുക്ക് ഒരാഴ്ച ടൈമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പതുക്കെ ഇരുന്നിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90% നിങ്ങളുടെ ലോസ് ആവും. ഓക്കെ, അപ്പോൾ നോക്കാം ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിട്ട് അതായത് ടോൺ L2 നെറ്റ്വർക്ക്, ഇവർ ഒരു പുതിയ നെറ്റ്വർക്ക് ടോൺ നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നല്ല നല്ല പ്ലെയേഴ്സിന് അല്ലെങ്കിൽ നല്ല നല്ല യൂസേഴ്സിന് ഇവർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കിട്ടുന്ന ടോക്കൺസ് കൊണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂസേഴ്സ് ഇല്ലാതാവും. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് വലിയ പ്രയോജനമില്ലാത്ത രീതിക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതിനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നവരുടെ ടോക്കൺസൊക്കെ ഈ പ്രോജക്റ്റുകൾക്കൊക്കെയാണ് അവർ മാറ്റി വയ്ക്കുക. ഓക്കെ, നമുക്ക് ഇവർ പറഞ്ഞിട്ട് പിന്നെ ആസ് ടൈം ഗോസ് ഓൺ instead of simply applying time-based vesting, users will be able to earn the remaining 10% of their airdrop by continuing to play with the Pixel Type and other Pixelverse Multiverse products. അതായത് നിങ്ങൾക്ക് 10% വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 90% നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ശരിക്കുള്ള ഗെയിം ലോഞ്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇവരുടെ പല പല ആക്ടിവിറ്റീസൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ബാക്കി 90% ഇവർക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കുണ്ടാവുമെന്ന് വെച്ചാൽ ഈ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോകുന്നവർ. ഓക്കെ, അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോകുന്നവർക്ക് ബാക്കിയുള്ള 90% കൂടി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നല്ലതെന്നും പറയാം, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മോശമാണെന്നും പറയാം. അതായത് ഇപ്പോൾ 100% കിട്ടുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം നമുക്ക് ഒറ്റയടിക്ക് ഒരു വലിയൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ 90% നമ്മൾ അവർ പിടിച്ചു വയ്ക്കുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു 90% ടോക്കൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലുള്ള ടോക്കൻ്റെയും വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ദിസ് ഇന്നോവേറ്റീവ് മെക്കാനിസം എൻഷുവേഴ്സ് ദാറ്റ് അവർ ലോങ് ടേം സപ്പോർട്ടേഴ്സ് ആൻഡ് ട്രൂ യൂസേഴ്സ് ആർ റിവാർഡഡ് ദ മോസ്റ്റ് ഫോർ ദ കണ്ടിന്യൂഡ് സപ്പോർട്ട് ആസ് വി എംബാർക്ക് ഓൺ ദിസ് ഇൻക്രെഡിബിൾ ജേർണി ടു സിമെന്റ് Pixelverse ആസ് എ ലീഡിംഗ് Web3 ഗെയിമിംഗ് ആൻഡ് കണ്ടന്റ് സ്റ്റുഡിയോ. അപ്പോൾ വേറെ ഒന്നുമില്ല, അതായത് ഇത് എന്തിനാണ് ഇങ്ങനൊരു മെക്കാനിസം കൊണ്ടുവന്നത് വെച്ചാൽ ഈ ഗെയിമിൽ ട്രസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിപ്പോൾ കളിക്കുമ്പോൾ നമ്മുടെ ടെലഗ്രാമിലത്തെ മിനി ഗെയിം അല്ല കേട്ടോ, ബ്രൗസർ വേർഷൻ ഉള്ള ഗെയിംസ് പല ആക്ടിവിറ്റീസ് കളിക്കുമ്പോൾ ആ കളിക്കുന്ന പ്ലെയേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് റിവാർഡ് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ റിവാർഡ് ആയിട്ടാണ് ഈ 90% അവർ മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെ നമുക്ക് ഈ 90% ബാക്കി 90% നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന NFTs ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ലെവലാണെന്ന് നോക്കി വയ്ക്കുക ഗെയിം തുറക്കുമ്പോൾ. അതുപോലെ തന്നെ സൈറ്റും മിനി ആപ്പൊക്കെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി കളിക്കാൻ പറ്റുമോ, ഇനി ബോട്ടുകളുടെ ലെവൽ കൂട്ടാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ നോക്കുക. കൂട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലെവലിൽ എത്തിക്കുക. ഓക്കെ, ബോട്ടിനല്ല ലെവലിൽ എത്തിക്കേണ്ടത്, നിങ്ങളുടെ മെയിൻ ഇൻ്റർഫേസിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ലെവൽ ഉണ്ടായിരിക്കും. നമ്മുടെ പേജിൽ അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കൂട്ടി വരേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന NFT ഓൾറെഡി പറഞ്ഞല്ലോ, NFTയുടെ ഇതനുസരിച്ചാണ് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുക. ഓക്കെ, ആ NFTസിനൊക്കെ പിന്നീട് ഫ്യൂച്ചറിൽ നല്ല വാല്യൂ വരുന്ന NFTs ആയിരിക്കും ഈ ഗെയിം. ഓക്കെ, അപ്പോൾ ഈ ഗെയിമും നല്ല പ്രോമിസിംഗ് ആണ്. അപ്പോൾ NFTs ഒക്കെ സെല് ചെയ്യാനും അത് ക്യാഷ് ഔട്ട് ചെയ്യാനൊക്കെ ഒരു പ്രോസസ്സ് ഒരു മെക്കാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ NFTs മാക്സിമം സെല്ല് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ തന്നെ നോക്കുക, അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. അതായത് ഈ NFT നിങ്ങൾ കൊടുത്തിട്ട് ഡേ 1 തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ 10% കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ ഒരു 1 lakh കോയിൻ കിട്ടിയിട്ട് അതിൻ്റെ 10% ഒരു വലിയ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ചിലവർക്കത് ലാഭകരമായിരിക്കും. അപ്പോൾ വിഡ്രോ ചെയ്യണോ അതോ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാ ചാനലിലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലൊക്കെ ആയിട്ട് ചെയ്യും. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ അല്ല, കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതാണ് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇറക്കിയത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. അതായത് 25-നാണ് ഡേറ്റ് വരുന്നത്. 2 തരത്തിലുള്ള NFTs നിങ്ങൾക്ക് 2 പ്ലാറ്റ്ഫോമിലായിട്ട് കിട്ടും. ഒന്ന് ഡാഷ്ബോർഡിൽ നിങ്ങൾക്കൊരു NFT കിട്ടും, അതുപോലെ തന്നെ മിനി ആപ്പിലും നിങ്ങൾക്കൊരു NFT കിട്ടും. ഓക്കെ, ഈ NFTs നിങ്ങളുടെ മിനി ആപ്പിൽ ടെലഗ്രാമത്തെ മിനി ആപ്പിലത്തെ NFT നിങ്ങളുടെ ടെലഗ്രാമത്തെ ലെവലിനനുസരിച്ച് പ്ലെയറിൻ്റെ ലെവലിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ ഡാഷ്ബോർഡത്തെ NFT എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ബോട്ട് അതിലുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ലെവൽ എത്രയാണ്, അതിലത്തെ ലെവൽ ടാസ്കുകളൊക്കെ ചെയ്തതിനനുസരിച്ചാണ് അതിൽ NFT കിട്ടുക. ഓക്കെ, ഈ NFTs വെച്ചിട്ട് നിങ്ങൾക്ക് ജൂലൈ 25-ന് എയർ ഡ്രോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക്
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ എയർ ഡ്രോപ്പ് ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺസിൻ്റെ 10% മാത്രമാണ് നിങ്ങൾക്ക് ആ ദിവസം തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ കിട്ടുള്ളൂ. ബാക്കി 90% കമ്മ്യൂണിറ്റിക്ക് പോകും. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ കാര്യങ്ങൾക്കായിട്ട് മാറിപ്പോവും. ഓക്കെ, വക മാറിപ്പോവും. ഓക്കെ, ആ 90% നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡാഷ്ബോർഡിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായത്. ഓക്കെ, അപ്പോൾ വെബിൽ വരുന്ന ഗെയിമും ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള 90% ടോക്കൺസ് കൂടി നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാനുള്ള ഇതുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇൻസ്റ്റാ പേജിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 25-ൽ ഈ NFT കളക്ഷൻ എല്ലാവരും ചെയ്ത് വെക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടും. പക്ഷേ വിഡ്രോ നിങ്ങൾ ഡേ 1 ചെയ്യരുത്. കുറച്ച് ക്ലാരിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ മെക്കാനിസം ഫുൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് 1 വീക്ക് ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാ ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ.